ഹലോ ഗൈസ്, അപ്പോൾ ഈ റിയൽമി നാർസോ 70 പ്രോ സ്മാർട്ട് ഫോൺ ഞാൻ ഒരു 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഫോൺ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് 20,000 ആയിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമുക്ക് ആമസോണിൽ ഇത് 16,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, കൂപ്പൺ ഡിസ്കൗണ്ട് ഒക്കെ ചേർത്ത്. അപ്പോൾ ആ ഒരു പ്രൈസിന് ഡെഫിനറ്റ്ലി അടിപൊളി ഓപ്ഷനാണ്. അപ്പോൾ ഈ ഫോണിൽ നിന്ന് എനിക്ക് ഇനിഷ്യലായിട്ട് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാരണം നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം ബോക്സിൽ തന്നെ എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ട്. ഫോൺ കിട്ടുന്നുണ്ട്, പിന്നെ ചാർജർ കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ബാക്ക് കേസ് കിട്ടുന്നുണ്ട്. TPU കേസാണ്. പിന്നെ പ്രീ അപ്ലൈഡ് ആയിട്ട് സ്ക്രീൻ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ടെമ്പേർഡ് ഗ്ലാസ് അല്ല, സ്ക്രീൻ പ്രൊട്ടക്ടറാണ്. അപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസിൽ. പിന്നെ ഇതിൻ്റെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ്. എന്ന് വെച്ചാൽ ടോപ്പ് പാർട്ടിൽ നമുക്കൊരു ഗ്ലോസി ഫിനിഷാണ്, താഴെ ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് റിയൽമിയിൽ ഇപ്പം സ്ഥിരമായിട്ടുള്ള അവരുടെ ഒരു ക്യാമറ മോഡ്യൂളാണ് കിട്ടുന്നത്. പിന്നെ താഴെ നാർസോയുടെ ലോഗോയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡിസൈനിൽ നല്ല പ്രാക്ടിക്കലായിട്ടുള്ള 1-2 സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഹെഡ്ഫോൺ ജാക്കുള്ള ഒരു ഫോൺ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വില കുറഞ്ഞ ഫോൺസിൽ മാത്രമേ അത് കിട്ടാറുള്ളൂ. കാരണം ബാക്കി മിക്ക ഫോണിൽ നിന്നും കമ്പനീസ് എടുത്ത് മാറ്റി. കാരണം അവർക്ക് അവരുടെ വയർലെസ് ഇയർബഡ്സ് ഒക്കെ വയ്ക്കണ്ടേ. പിന്നെ ഇതിൽ നമുക്ക് SD കാർഡ് ഇടേണ്ട സ്ലോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സിം അല്ലെങ്കിൽ ഒരു SD കാർഡ് ഒരുമിച്ച് യൂസ് ചെയ്യാം, അങ്ങനത്തെ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോഴത് ഡിസൈൻ വൈസ് നല്ല പ്രാക്ടിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത്തിരി ബോക്സി ഡിസൈനാണ് ഇതിൻ്റെ. എന്ന് വെച്ചാൽ ബോക്സി ഡിസൈൻ സൈഡ് കറോടും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴും നിങ്ങൾ കേസ് ഇടാതെ യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടൊക്കെ തോന്നാം. പക്ഷേ നമ്മൾ മിക്കവരും കേസൊക്കെ ഇട്ടല്ലേ ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോഴും അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നില്ല. പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറയല്ലേ, അറൗണ്ട് ഒരു 200 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ അങ്ങനെ സൂപ്പർ ഹെവിയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓൺ ഹാൻഡ് യൂസൊക്കെ മാനേജബിൾ ആണ്. അപ്പോഴാ കാര്യത്തിലൊക്കെ എനിക്ക് ഡിസൈൻ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടൊക്കെയാണ് തോന്നിയത്. വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് വരുന്നത് 120 ഹെർട്സിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ചാണ്. ഇതിൽ ഹൈ ബ്രൈറ്റ്നസ് മോഡിലെ ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. അപ്പോൾ ഔട്ട്ഡോർ സൺലൈറ്റിലൊക്കെ നല്ല ബ്രൈറ്റ് ആണ്. വേറെ കുഴപ്പമൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ഡിസ്പ്ലേ കണ്ടന്റ് കാണാൻ കളേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ HDR സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്. നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട് UI നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ആപ്സ് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോഴും. അങ്ങനെയൊക്കെ വേറെ പ്രശ്നമില്ല. ഡിസ്പ്ലേ വൈസ് ഈ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാം അവർ തന്നിട്ടുണ്ട്. 120 ഹെർട്സ് തന്നിട്ടുണ്ട്, AMOLED തന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോഴും വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് മൾട്ടിമീഡിയയിൽ തന്നെ വരുന്ന കാര്യമാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ്. ഡ്യുവൽ സ്പീക്കേഴ്സാണ് വരുന്നത്. നല്ല ലൗഡും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഔട്ട്പുട്ടിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഹെഡ്ഫോൺ ജാക്ക് ഉള്ളതുകൊണ്ട് അത് വെച്ച് നല്ല രീതിയിൽ കണ്ടന്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൾട്ടിമീഡിയ സെക്ഷനിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും എനിക്ക് പറയാനില്ല, നല്ല നൈസാണ്. പിന്നെ എനിക്കൊരു കുറവ് പോലെ തോന്നിയത് ഇതിൻ്റെ ഹാപ്റ്റിക്സ് ആണ്. ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തന്നെ വരുന്നതാണ്. ഇതിൻ്റെ നമ്മൾ ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഇല്ല, അത് സാധാരണ ഭയങ്കര പ്രീമിയം ഒന്നുമല്ല. ഞാനിപ്പം കുറച്ച് സമയമായിട്ട് ഫ്ലാഗ്ഷിപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന ഒരാളാണ്. അപ്പോഴേ ആ ഒരു കാര്യം എനിക്ക് മിസ്സായിട്ട് തോന്നി. പക്ഷേ ഈ പ്രൈസ് ഞാൻ അത് കംപ്ലയിൻറ്റ് ചെയ്യത്തില്ല. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 120 ഹെർട്സിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്ന്. അതിൻ്റെ മെയിൻ റീസൺ ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. ഇതിൽ വരുന്ന പ്രൊസസ്സർ നമുക്ക് Dimensity 7050 ആണ്. അത് ഈ ഒരു 120,000 നല്ലൊരു പ്രൊസസ്സറാണ്. കാരണം കഴിഞ്ഞ വർഷം വരെ അറൗണ്ട് 25,000 ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊസസ്സറാണ് അത്. 6 ലക്ഷത്തിൽ കൂടുതലുള്ള ഒരു ANTUTU സ്കോർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ 120 ഹെർട്സ് ഇപ്പോൾ 120 ഹെർട്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അങ്ങനത്തെ ടാസ്കും അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല, നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ്. റിയൽമി നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്, അതിനെപ്പറ്റി ഞാൻ പറയാം. പിന്നെ ഈ സ്മൂത്ത്നെസ് കിട്ടാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറേജ്. നമുക്ക് UFS 3.1 ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജാണ് ഇതിൽ കിട്ടുന്നത്. ഇപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള സ്പീഡും കാര്യങ്ങളും അതൊക്കെ നൈസാണ്. ഭയങ്കര 100% സ്മൂത്ത് എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ചിലപ്പോൾ ഒക്കെ ചെറിയ പിടുത്തം വരും, പക്ഷേ അത് എക്സ്പെക്റ്റഡ് ആണ്. ഈ ഒരു 120,000 ഫോണിൽ നിന്നൊക്കെ അത് എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ വേറെ സീനൊന്നുമില്ല. നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അതൊക്കെ നല്ല രീതിക്ക് വർക്കാവും. പിന്നെ മൾട്ടി ടാസ്കിങ് എല്ലാം നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഗെയിമിങ്ങും കാഷ്വൽ ഗെയിമിങ് നല്ല രീതിക്ക് പറ്റും. ഒരു മീഡിയം ലെവൽ ഗെയിമിങ് നല്ല രീതിക്ക് പറ്റും. ഇതിൽ നമുക്ക് ഞാൻ BGMI കളിച്ച് നോക്കിയപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് സെറ്റിങ്സ് വരുന്നത് സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം ആണ്. 60 FPS ആണ്. അത് നല്ല രീതിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ കാഷ്വൽ ഗെയിമിങ് നല്ല ഫോണാണ്. പിന്നെ ഹെവി ഗെയിമിങ്ങിനൊന്നും ഈ പ്രൈസിലുള്ള ഫോൺ നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. നമുക്ക് അതിന് ഒരു 25,000 മുകളിലുള്ള പോക്കോ F6 അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ അവർ കാഷ്വൽ ഗെയിമിങ് നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഈ പ്രൈസിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറാണെന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് 120,000 തന്നെ IQ Z9 കിട്ടുന്നുണ്ട്. അതിൽ Dimensity 7200 ചിപ്സെറ്റാണ് വരുന്നത്. അത് ഇതിനേക്കാളും പവർഫുൾ ആണ്.
പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് കൊണ്ട് നിങ്ങൾക്ക് വേറെ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. സോഫ്റ്റ്വെയർ വൈസ് അറിയാമല്ലോ, റിയൽമി ആണ് വരുന്നത്. റിയൽമി UI 5 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. ഈ ഒരു നാർസോ 70 Pro മോഡലിൽ റിയൽമി ചെയ്ത നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ആഡ്സും ബ്രോഡ്ബേസും ഒക്കെ നല്ലപോലെ കുറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റിയൽമി ഫോൺസ് വാങ്ങുമ്പോൾ ഒരുപാട് എക്സ്ട്രാ ചവർ ആപ്സും പിന്നെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് അങ്ങനെയൊക്കെ വരുമായിരുന്നു. ഇതിൽ ഞാൻ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പടം ഒരു 3 എക്സ്ട്രാ ആപ്സാണ് കിട്ടിയത്. അതും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സാണ് വന്നത്, വേസ്റ്റ് ആപ്സ് ഒന്നും അല്ല. ഇതിൽ വന്നത് ആമസോണ്, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് അങ്ങനത്തെ 2-3 ആപ്സാണ് വന്നത്. പിന്നെ സെറ്റപ്പ് പ്രോസസ്സ് അതൊക്കെ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ 2-3 ആപ്സ് ഇവിടെ വന്നു. അതും ലിങ്ക്ഡിനും അതൊക്കെയാണ്. അങ്ങനെ വേസ്റ്റ് ആപ്സും കാര്യങ്ങളൊന്നും ഇതിലില്ലായിരുന്നു. പക്ഷെ 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓഫ് ആക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഹോം സ്ക്രീനിലെ സെറ്റിംഗ്സിൽ പോകുക. എന്ന് വെച്ചാൽ ഹോം സ്ക്രീൻ ലോങ് പ്രസ് ചെയ്ത് സെറ്റിംഗ്സിൽ പോയി അവിടെ നമ്മൾ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് വരണം എന്ന് ചോദിക്കും. ഡിഫാൾട്ടായിട്ട് അത് ഗ്ലോബൽ സെർച്ച് ആയിരിക്കും കിടക്കുന്നത്. ഗ്ലോബൽ സെർച്ച് വരുമെങ്കിൽ എക്സ്ട്രാ ആപ്സിൻ്റെ സജഷനും കാര്യങ്ങളൊക്കെ അതിൽ വരും. അത് മാറ്റി നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്നാക്കുക. അപ്പോഴേ അത് ഒരു കാര്യം ചെയ്യുക. പിന്നെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഗ്ലാൻസിൻ്റെ പെർമിഷൻ അതൊക്കെ ചോദിക്കുക. അതൊക്കെ ഒന്ന് ഓഫാക്കി വയ്ക്കുക. അപ്പോൾ അതെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസ് ആണ് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത്. ബാക്കി റിയൽമി ഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ക്ലീൻ എക്സ്പീരിയൻസ് ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്, വിച്ച് ഈസ് എ റിയലി നൈസ് തിങ്. പിന്നെ റിയൽമി വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്കിതുവരെ അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യില്ല. നല്ല ഹാർഡ്വെയർ ആണ്, അത്യാവശ്യം നല്ല ഹാർഡ്വെയർ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല പ്രോസസ്സറും സ്റ്റോറേജൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആപ്പ് ഓപ്പണിംഗ് അനിമേഷനും ക്ലോസിങ് അനിമേഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോഴും നമുക്കൊരു എക്സ്ട്രാ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. ചില ബജറ്റ് ഫോൺസിൽ അതൊന്നും കാണത്തില്ല, അപ്പോഴേ ആ ഒരു എക്സ്പീരിയൻസ് റൂയിൻ ചെയ്യും. പക്ഷേ ഇതിൽ അതൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പിന്നെ ഇവരെ പുതിയ കൺട്രോൾ സെൻറ്റർ ഇത്തിരി iOS ഇൻസ്പയർഡ് ആണ്. പക്ഷേ വേറെ സീനൊന്നും ഇല്ല, അത്യാവശ്യം സ്റ്റേബിളായിട്ടൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഫേസ് ചെയ്ത 1-2 ഇഷ്യൂ എന്ന് വെച്ചാൽ ഇതിൻ്റെ റിഫ്രഷ് റേറ്റിൻ്റെ കാര്യമാണ്. 120 Hz ആണ് നമുക്ക് വരുന്നത്, പക്ഷേ ചില ആപ്സിൽ പോകുമ്പോൾ 60 Hz ആണ്. ഇപ്പം ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം അതൊക്കെ 120 Hz പക്ഷേ യൂട്യൂബ് പോകുമ്പോൾ 60 Hz ആണ്. അപ്പോൾ അതൊക്കെ റിയൽമി ഒന്ന് ഫിക്സ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മൈ ജിയോ ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മൈ ജിയോ സിമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈ ജിയോ ആപ്പ് തുറക്കുമ്പോൾ ഭയങ്കര ഒരു ലാഗും പിടുത്തമൊക്കെ. അതിന് ആപ്പിൻ്റെ ഇഷ്യൂ ആണോ വേറെ ഏതെങ്കിലും ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം വേറെ ഒരു ഫോൺസിലും ഞാൻ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. ഈ 2 ഇഷ്യൂ ആണ് ഞാൻ സോഫ്റ്റ്വെയറിൽ അങ്ങനെ ഫേസ് ചെയ്തത്. വേറെ ഇതുവരെ സ്റ്റേബിളൊക്കെ ആയിരുന്നു, വേറെ പ്രശ്നമില്ല. ഇനി കുറച്ചുകൂടി യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുമോ വേറെ എക്സ്ട്രാ ബഗ്സോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന്. ഇനി ഇതിൻ്റെ ക്യാമറ എക്സ്പീരിയൻസ്, അവർ ഈ ഫോണിൻ്റെ ലോഞ്ച് സമയത്ത് ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തതിൻ്റെ ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് 4 ക്യാമറ ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ 2 യൂസബിൾ ക്യാമറയേ ഉള്ളൂ. ഒന്ന് ഇതിൻ്റെ മെയിൻ സെൻസർ IMX890 സോണിയുടെ സെൻസറാണ്. നല്ല സെൻസറാണ്. കാരണം കഴിഞ്ഞ വർഷം OnePlus 11R, OnePlus 11 അങ്ങനത്തെ ഫോൺസിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സെൻസറാണ്. മെയിൻ ക്യാമറ സെൻസറിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. ആർക്കും വേണ്ടാത്തൊരു 2 MB മാക്രോ ക്യാമറയുണ്ട്. സെൽഫി ക്യാമറ വരുന്നത് 16 മെഗാപിക്സലാണ്. ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മെയിൻ ക്യാമറ സെൻസർ ഞാൻ പറഞ്ഞല്ലോ നല്ലതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. കളേഴ്സും നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട്. കളേഴ്സ് അല്പം ബൂസ്റ്റഡ് ആയിട്ടാണ് വരുന്നത്, പക്ഷേ അത് മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ സ്കിൻ ടോൺസൊക്കെ ഡീസൻ്റായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഡൈനാമിക് റേഞ്ച് അത്യാവശ്യം നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു 120,000 റുപ്പീസിൻ്റെ ഫോണാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര കൺസിസ്റ്റൻസി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ പ്രോസസ്സിങ് പാളി പോകുന്നുണ്ട്. മെയിൻലി HDR സിറ്റുവേഷനിലാണ്. ബാക്കിൽ ലൈറ്റൊക്കെ വരുമ്പം ഇടയ്ക്കിടയ്ക്ക് അത് വാഷ് ഔട്ടായി പോകുന്നുണ്ട്. ചില ഫോട്ടോസ് നല്ല രീതിക്ക് വരുന്നുമുണ്ട്. പിന്നെ ഫേസിലൊക്കെ ചിലപ്പോൾ ഓവർ ഷാർപ്പനിങ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു 2x മോഡുണ്ട്. പക്ഷേ അതൊരു ഡീസൻറ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു മോഡുണ്ട്, അതൊരു നൈസ് കാര്യമാണ്. പിന്നെ 8 MBയുടെ അൾട്രാ വൈഡ് ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 8 MBയുടെ അൾട്രാ വൈഡേ കിട്ടത്തുള്ളൂ. ചില കമ്പനീസ് തരാറ് പോലുമില്ല. പിന്നെ മെയിൻ ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ നൈറ്റ് പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആക്യുറേറ്റ് റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ സീൻ എങ്ങനെയാണോ അതിനെ ഒരു എക്സ്ട്രാ ബ്രൈറ്റപ്പ് ചെയ്ത് എക്സ്ട്രാ കളേഴ്സൊക്കെ ആഡ് ചെയ്ത് അങ്ങനത്തെ ഒരു നൈറ്റ് മോഡാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ രാത്രിയുള്ള ലൈറ്റ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. പ്രൈസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ എനിക്ക് ഡീസൻ്റ് ആയിട്ടാണ് തോന്നിയത്. പ്രൈസിന് ഓക്കെയാണ്, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ HDR പലപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്, ഫുൾ വൈറ്റ് വാഷ് അടിക്കുന്നുണ്ട്. പിന്നെ ചില സീൻസിലൊക്കെ ഫേസ് വെളുപ്പിച്ച് തരും. പിന്നെ ചില സീൻസിലൊക്കെ ഓവർ ഷാർപ്പനിങ് വരും. പക്ഷേ ഐഡിയൽ ലൈറ്റിംഗ് കണ്ടീഷനാണെങ്കിൽ നല്ല സെൽഫീസ് ഇത് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറാസിൻ്റെ ഫോട്ടോസ് എനിക്കിഷ്ടമായി.
എനിക്കിതിൽ ശോകമായിട്ട് ഈ ഫോണിൽ ഏറ്റവും ശോകമായിട്ട് തോന്നുന്നത് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണ്. കാരണം മെയിൻ ക്യാമറയിൽ 4K റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ 4Kയിൽ സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. അപ്പോഴും നല്ല കുലുക്കമുള്ള ഷേക്കി വീഡിയോസൊക്കെയാണ് വരുന്നത്. 1080pയിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, പക്ഷേ അതിലും അങ്ങനെ ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. എക്സ്പോഷർ അപ്പും ഡൗണും ഒക്കെ ആവുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത്തിരി ലൈറ്റ് കൺട്രോൾ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരുമ്പോഴൊക്കെ ഫുൾ വൈറ്റ് വാഷൊക്കെ അടിച്ച് കളയുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് നല്ല ശോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. സെൽഫി ക്യാമറയിലും 1080p വീഡിയോ വരുന്നുള്ളൂ, അതിലും സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ റേഞ്ചിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഒരു ഫോൺ വേണമെങ്കിൽ IQ7 ആയിരിക്കും ബെറ്റർ. ഞാൻ കുറച്ച് കമ്പാരിസൺ റിവ്യൂസൊക്കെ കണ്ടായിരുന്നു. അവിടെ 4Kയിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ക്വാളിറ്റിയും കുറച്ച് ബെറ്ററാണ്. ഇതിൻ്റെ ബാറ്ററി സെക്ഷൻ അവർ നല്ല അടിപൊളിയാണ്. ഈ പ്രൈസിന് നല്ലൊരു ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി പ്ലസ് ചാർജിങ് കോപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 67 വാട്ടിൻ്റെ ചാർജറും ബോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഇതുവരെ എനിക്ക് വേറെ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തില്ല. സുഖമായിട്ട് കിട്ടുന്നുണ്ട്. മിഡ് റേഞ്ച് ഫോൺസിലൊക്കെ യൂഷ്വലി നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് അറിയാൻ വേണ്ടിയൊന്നുമില്ല. ഇതിൻ്റെ ചാർജിങ് സ്പീഡ് 67 വാട്ടാണ്. അവിടെ ഒരു അറൗണ്ട് 20 മിനിറ്റിൽ നിങ്ങൾക്കിത് 50% ചാർജ് ആവും. അറൗണ്ട് ഒരു 50 മിനിറ്റിൽ 100% ചാർജ് ആവും. അപ്പോൾ ചാർജിങ് സ്പീഡ് നൈസാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് പറയാനൊന്നുമില്ല. കോൾ ക്വാളിറ്റി, നെറ്റ്വർക്ക് റിസപ്ഷൻ, ആ കാര്യത്തിലൊന്നും ഞാൻ ഒരു ഇഷ്യൂവും ഫേസ് ചെയ്തില്ല. 5G സിഗ്നലൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഡീഫാൾട്ടായിട്ട് വരുന്നത് ഗൂഗിൾ ഡയലറാണ്. അപ്പോഴും നിങ്ങൾക്ക് സൈലൻറ്റ് കോൾ റെക്കോർഡിംഗ് ഒക്കെ വേണമെങ്കിൽ ഇവരുടെ ഡയലർ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സെക്യൂരിറ്റിക്ക് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത് നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്, വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് വരുന്നത് 2 വർഷത്തെ OS അപ്ഡേറ്റ് നമുക്ക് കിട്ടും. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. ഇപ്പോൾ ഓൾറെഡി ആൻഡ്രോയിഡ് 14 ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് 16 വരെ കിട്ടും. പിന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി ബാച്ചസും കിട്ടും. ഇപ്പോൾ ഈ ഒരു ഫോൺ 16K അല്ലെങ്കിൽ അണ്ടർ 20K എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ്. ഇതിൽ കുറവായിട്ട് എനിക്ക് തോന്നിയ ആ ഒരു വീഡിയോ ക്യാമറ മാത്രമാണ്. വീഡിയോ നല്ല ശോകമായിട്ടാണ് തോന്നിയത്. ഈ പ്രൈസ് റേഞ്ചിൽ ഇൻ ജനറൽ നമുക്ക് ഭയങ്കര കിട്ടില്ല വീഡിയോ ഉള്ള ഫോണൊന്നുമില്ല. അതിന് അറ്റ്ലീസ്റ്റ് ഒരു 30 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ വീഡിയോ ഉള്ള ഫോൺ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ IQ7 ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ബാക്കി എല്ലാം അടിപൊളിയാണ്. 120 ഹെർട്സിൻ്റെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. നല്ല പ്രോസസ്സർ, നല്ല സ്റ്റോറേജ് സ്പീഡ് വരുന്നുണ്ട്. ബാറ്ററി ചാർജിങ് കോംബോ അടിപൊളിയാണ്. സോഫ്റ്റ്വെയർ റിയൽമി ഒരുപാട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറാസ്, ഫോട്ടോസ് എടുക്കാൻ നല്ലതാണ്. ഒരു ഓവറോൾ നല്ലൊരു പാക്കേജാണ്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഓഫർ പ്രൈസിൽ. കഴിഞ്ഞ 1-2 ആഴ്ച ഞാൻ പറഞ്ഞല്ലോ ആമസോണിൽ ഇതിൻ്റെ 8 16,000 രൂപയ്ക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് കൂപ്പൺ ഡിസ്കൗണ്ട് വെച്ച്. പിന്നെ 8256 17,000 രൂപയായിരുന്നു. അപ്പോൾ ആ പ്രൈസിന് ഒന്നും നോക്കണ്ട, കണ്ണുടച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വില അവർ വീണ്ടും കൂട്ടിയിട്ടുണ്ട്. 828 18,000 രൂപയ്ക്ക് ഇട്ടുണ്ട് കൂപ്പണൊക്കെ വെച്ച്. പിന്നെ 8256 19,000 രൂപയാണ്. അപ്പോൾ ആ ഒരു പ്രൈസിന് ഗുഡ് ഓപ്ഷൻ എന്ന് പറയാം. അങ്ങനെ ഭയങ്കര വോ ഫാക്ടർ ഇല്ല. പക്ഷേ ഈ ഫോൺ 16,000 രൂപയ്ക്ക് വീണ്ടും വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. 16,000 രൂപ 128-നും പിന്നെ 17,000 256-നും ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു 1000 കൂടി ഇടാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ 256 തന്നെ എടുക്കുക. എനിക്കറിയാം SD കാർഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ സ്റ്റോറേജ് ഉള്ള എപ്പോഴും നമുക്ക് നല്ലതാണ്, എക്സ്ട്രാ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് IQ7 തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ അതിൽ കുറച്ച് നമുക്ക് ബെറ്റർ വീഡിയോ കിട്ടും. പിന്നെ അതിൻ്റെ പ്രൊസസ്സറും കുറച്ച് ബെറ്ററാണ്. പക്ഷേ ഇതിൻ്റെ പ്രൊസസ്സർ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പിന്നെ ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പ്രയോറിറ്റീസ് അനുസരിച്ച് ഒരു ഫോൺ സെലക്ട് ചെയ്യുക. ഓവറോൾ ഞാൻ ഈ ഫോണിൽ ഹാപ്പിയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീണ്ടും ഇതിൻ്റെ ഓഫർ ഒരു 16,000 രൂപയ്ക്ക് ഫോൺ കിട്ടാൻ ഡെഫിനറ്റ്ലി കണ്ണുടച്ച് മേടിക്കാം. ഓക്കെ, ഇപ്പോഴത്തെ പ്രൈസിന് മേടിക്കണമെന്ന് ചോദിച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരിക്കൽ പ്രൈസ് ഡൗൺ ആയിട്ട് വീണ്ടും ഡൗൺ ആകുമായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ ടെക് വീഡിയോസ്, സ്മാർട്ട് ഫോൺ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.